ഹലോ ഗായ്സ്, ദിസ് ഇസ് ഗ്രീൻ ഹാറ്റ് ഫ്രം ഹാക്ക് ഫയൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടൂളാണ്. അതായത് ഒരു ഡൊമെയിൻ അഥവാ ഒരു URLൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളാണ്. ലൊക്കേഷൻ മാത്രമല്ല ഗായ്സ്, നമ്മൾ IP കൂടെ ഇന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. IP ബേസിക്കായിട്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അതായത് ലിനക്സിൽ ആണെങ്കിൽ പിങ്, ഗൂഗിളിൻ്റെ IP ആണെങ്കിൽ google.com പിങ് google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ IP കിട്ടും. ഇതാണ് ഗായ്സ് അതിൻ്റെ IP. അപ്പോൾ നമുക്ക് IP ഒക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ പിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡും കിട്ടും, ലൊക്കേഷനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അതിനു വേണ്ടിയുള്ള ഒരു ടൂളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗായ്സ് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് ഞാനിവിടെ ചെറിയൊരു ഡൊമെയിൻ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് സോക്കറ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോക്കറ്റ് വെച്ച് ഓൾറെഡി ഒരു ടൂൾ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് ഓപ്പൺ ആണോ അല്ലേ എന്നുള്ള ഒരു ടൂളാണ് ഗായ്സ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും കണ്ടിട്ട് വരിക. അതിൽ സോക്കറ്റിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ URL എന്നുള്ളൊരു വേരിയബിളിലേക്ക് നമ്മൾ ആ ഒരു URL അഥവാ google.com എന്ന URL ഞാൻ അസൈൻ ചെയ്ത് വെക്കുകയാണ്. നമുക്കിനി IP വേണം. IP എടുക്കാൻ വേണ്ടിയാണ് ഞാൻ സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോക്കറ്റ് ഡോട്ട് ഗെറ്റ് ഹോസ്റ്റ് നെയിം എന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് നമ്മൾ ആ URL പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ IP കിട്ടും. അപ്പോൾ ഞാൻ ഈ IP ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം ഗൈസ്. അപ്പോൾ ഇതിൽ ഞാൻ പ്രിൻറ്റിൽ IP ഗൈസ് ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഈ ഫയലൊന്ന് റൺ ചെയ്യുകയാണ്. ഞാൻ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് പൈത്തൺ 3 എന്ന് കൊടുക്കുന്നത്. വിൻഡോസ് യൂസേഴ്സ് പൈത്തൺ ഫയൽ നെയിം പിന്നെ പൈത്തൺ ഫയൽ നെയിം എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരത്തെ കിട്ടിയ IP തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് IP സക്സസ്ഫുൾ ആയിട്ട് കിട്ടി. ഈ ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിന് മുന്നേ ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ipinfo.io എന്നാണ് ആ സൈറ്റിൻ്റെ നെയിം. ഈ ഒരു സൈറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IP ഒക്കെ എന്തെങ്കിലും ചെറിയ IPയുടെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. ഞാനിവിടെ ഇപ്പോൾ കിട്ടിയ IP ഗൈസ് ആ പ്രിൻ്റ് ഒഴിവാക്കിയത് കൊണ്ടാണത് വരാനത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ IP ഞാൻ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ IP നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അവിടെ കൊണ്ടേ ഇട്ടിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റർ അടിച്ചു. അപ്പോൾ ഗൈസ് അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസൊക്കെ അതായത് ഇവിടെ ലൊക്കേഷനൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ പോസ്റ്റൽ കോഡ്. അതുമാത്രമല്ല ഇവിടെ ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്, അതായത് ഗൂഗിൾ മാപ്പിലൊക്കെ കൊണ്ട് ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ലൊക്കേഷൻ കിട്ടും. അങ്ങനെ ആ ഒരു സർവറിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സർവർ അവരുടെ ഗൂഗിളിൻ്റെയൊക്കെ സർവർ അത്ര സ്ട്രോങ് ആയിരിക്കും. അത് ഇന്ത്യയിലുള്ള സർവറാണെന്ന് തോന്നുന്നു ഗൈസ്. സിറ്റി ചെന്നൈ ആണ് കാണിച്ചിരിക്കുന്നത്, അവരുടെ ഇന്ത്യയിലുള്ള സർവറാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിൻ്റെ യൂസോടെയാണ് നമ്മൾ ഇനി ബാക്കി ചെയ്യാൻ പോകുന്നത്. ആ ഒരു സൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാനിവിടെ റിക്വസ്റ്റ് എന്നുള്ള ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. റിക്വസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞുള്ള വേരിയബിളിലേക്ക് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ആ ഒരു URL കൂടെ പാസ് ചെയ്യാണ്. അതായത് URL കൂടെ പാസ് ചെയ്യാണ് ഗൈസ്. URL ഗൈസ് വേണ്ടത് നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഡാറ്റ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ HTTPS അതായത് ആ സൈറ്റിൻ്റെ ഒരു നെയിം കൊടുക്കുകയാണ് ഗൈസ്. ipinfo.io എന്നുള്ളൊരു സൈറ്റിൽ നമ്മൾ ഇതൊരു സ്ട്രിങ് ആക്കാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമുക്കിനി ഇവിടെ കൊടുക്കേണ്ടത് ആ ഒരു IP ആണ്. ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഈ ഒരു IP ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ipinfo.io/IP/JSON എന്നടിക്കുക ഗൈസ്. അതൊരു JSON ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് വിട്ടിട്ട് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പിന്നെയും ഒന്ന് റൺ ചെയ്ത് നോക്കുന്നുണ്ട് ഗൈസ്.
അപ്പോൾ റെസ്പോൺസ് 200 ആണ്. 200 എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് റെസ്പോൺസ് ആണ്. അപ്പോൾ 200 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആണ്, അതായത് ആ ഒരു സൈറ്റ് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് കറക്റ്റ് ആണ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് റെക്ടിഫൈ ചെയ്യാം. അതിനുവേണ്ടി അതായത് നമുക്ക് ആ റെസ്പോൺസ് എന്താണെന്ന് അറിയണ്ടേ, അത് നമ്പർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ ഞാനത് ആ റെസ്പോൺസ് എന്താണ് നമുക്ക് കിട്ടിയത്, ഗെറ്റായിട്ട് എന്താണ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടി ഞാൻ JSON എന്നുള്ളൊരു മൊഡ്യൂൾ കൂടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു ഫയലിൽ ഈ ഒരു റിക്വസ്റ്റിൽ നിന്ന് നമുക്ക് JSON അഥവാ ടെക്സ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡാറ്റ എന്ന വേരിയബിളിലേക്ക് JSON.load, അതായത് ഗൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു കിട്ടിയിരിക്കുന്ന ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു ടെക്സ്റ്റാണ്, അതൊരു JSON ആക്കണം. എന്നാലേ നമുക്ക് ആ ഡിക്ഷണറി, പൈത്തണിൽ ഡിക്ഷണറി എന്നുള്ള ഒരു ഫോമിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഡാറ്റ JSON വെച്ച് ഡാറ്റ ടെക്സ്റ്റ് അത് ഒരു JSON ഫോർമാറ്റ് അഥവാ ഡിക്ഷണറി ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രിൻറ്റ് ഡാറ്റ എന്ന് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഗൈസ് ഇവിടെ str no attribute read എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എന്താണെന്ന് നമുക്കൊന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. request.text ലൊക്കേഷൻ ഓഫ് ഡൊമെയിൻ request.text. ഗൈസ് അപ്പം ഇങ്ങനെ നമ്മൾ അതിൻ്റെ എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ JSON.load അല്ല, JSON.loads ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പാസ് ചെയ്ത പോലെ തന്നെ ആ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് കാണാം ഈ ഒരു ഡിക്ഷണറി, പൈത്തണിൽ ഡിക്ഷണറി എന്നാണ് പറയുന്നത്, ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഇതിനെ ഒബ്ജക്റ്റ് നെയിം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സൈറ്റിൽ കിട്ടിയ പോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ IP ഉണ്ട്, ഹോസ്റ്റ് നെയിം ഉണ്ട്, സിറ്റി ചെന്നൈ, റീജിയൻ തമിഴ്നാട്, പിന്നെ നമുക്ക് വേണ്ടത് ലൊക്കേഷനാണ്. ലൊക്കേഷൻ ലോക്ക് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷനും കിട്ടി. ഇനി അതൊന്ന് കറക്റ്റ് ഒരു ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ പ്രിൻറ്റ് ഇതിൽ ഞാനൊരു string ആക്കി IP ഓഫ് ഡൊമെയിൻ, അതായത് നമ്മൾ കൊടുത്ത IP ഓഫ് URL, അതായത് നമ്മൾ കൊടുത്ത ആ ഒരു URLൻ്റെ IP ആണ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമുക്ക് IP പ്രിൻ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 ഒരു /n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലൈനാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്കിവിടെ ആ ഒരു ഡാറ്റ ഇതൊരു string ആയിട്ട് തന്നെ ഇടാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇത് ലൊക്കേഷൻ ഓഫ് ദ സെർവർ ഈസ്, നമുക്ക് ആ ഒരു ലൊക്കേഷൻ കൂടെ കൊടുക്കാം. അതൊരു ഞാൻ കാണിച്ചു തന്നതുപോലെ അതായത് ഈ ഒരു നെയിമും, ഇത് നെയിം ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്, ഇതായിരിക്കും നെയിം, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ സാധാരണ ഡിക്ഷണറിയിലെ വിളിക്കുന്നത്, അതായത് ഈ ഒരു ഡിക്ഷണറിയുടെ നെയിം .ip ആണെങ്കിൽ വേണ്ടത് .ip, അഥവാ ലൊക്കേഷൻ ആണ് വേണ്ടതെങ്കിൽ .location എന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ ഇതൊരു നെയിം കൂടെ സ്ട്രിങ് ആയതുകൊണ്ട് ഇതിന് വേറൊരു മെത്തേഡിലാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഡാറ്റ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, പിന്നെ അതിൽ ഓക്ക് എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇത് സെമിക്കോളൻ ആയതുകൊണ്ടാണ് ആ ഒരു എറർ കാണിച്ചത്. അപ്പോൾ ഞാൻ സെമിക്കോളനല്ല. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ കറക്റ്റായി വർക്കാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ടെർമിനലൊന്ന് ക്ലിയർ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ലൊക്കേഷൻ കൂടെ കിട്ടിയിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ മാപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്തെടുത്തു. ഞാൻ ഗൂഗിൾ മാപ്പിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാനിതൊന്ന് പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്തു. അപ്പോൾ ഇനി ഏതാ ലൊക്കേഷൻ എന്ന് കാണാം ഗൈസ്. അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള പോലെ ചെന്നൈ പാർക്ക് ടൗൺ ആ ഒരു സ്ഥലത്താണ് ഈ സെർവർ വരുന്നത്. അപ്പോൾ നമുക്ക് സെർവറിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയി കാണാൻ വേണ്ടി ഞാനിതൊന്ന്
ഞാനിതൊരു ഫങ്ഷൻ ആക്കിയാണ് ഗൈസ്. ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ ന്യൂ ഫങ്ഷൻ അല്ല നമുക്ക് വേണ്ടത്. ഗെറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ ആക്കുകയാണ്. പിന്നെ നമുക്കിവിടെ ഈ ഒരു URL ഒഴിവാക്കി നമുക്ക് ഈ ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ ഒരു ആട്രിബ്യൂട്ടായിട്ട് URL പാസ് ചെയ്യാം, RL. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഈ ഒരു ഫങ്ഷൻ കോൾ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ടെന്ന് നോക്കാം. വർക്ക് ചെയ്യണം ഗൈസ്, കാരണം നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല, ചെറിയൊരു മാറ്റം, അതായത് ഒരു ഫങ്ഷൻ ആക്കി. പിന്നെ നമുക്കിവിടെ ചെയ്യേണ്ടത് ഗൂഗിൾ ഗൈസ്, നമ്മളിപ്പോഴും ഗൂഗിളല്ലേ സെർച്ച് ചെയ്ത്. നമുക്കിപ്പോൾ facebook.com ഒന്ന് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫേസ്ബുക്കിൻ്റെയും ലൊക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫേസ്ബുക്കിൻ്റെ ലൊക്കേഷൻ ഒന്ന് കോപ്പി ചെയ്ത് എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് നോക്കാം. ഞാൻ ആ ഒരു ഫങ്ഷൻ ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ വേറൊരു ലൊക്കേഷൻ കൂടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു. ഇത് വേറെ ഏതോ രാജ്യത്താണ് ഗൈസ്, ഇത് USA മെക്ഡൊണാൾഡ്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലല്ല, ഫേസ്ബുക്കിൻ്റെ സെർവർ, നമ്മൾ കയറുന്ന സെർവർ ഇന്ത്യയിലല്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പതുക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോ മടി ഫോർ ലൈക്ക് അടി ആൻഡ് സബ് അടി. അപ്പോൾ ഗൈസ് സപ്പോർട്ട് ചെയ്യൂ. ബൈ ബൈ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.